ത്രില്ലടിപ്പിക്കുന്ന തെരഞ്ഞെടുപ്പ് പോരാട്ടമാണ് തൃത്താലയിൽ നടക്കുന്നത്. LDF-ലെ MP രാജേഷും UDF-ലെ VT ബൽറാമും തമ്മിലാണ് ഏറ്റുമുട്ടൽ. മണ്ഡലത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് MP രാജേഷിന്റെ പ്രചാരണം. ഇത്തവണ ഗ്ലാമർ പോരാട്ടം നടക്കുന്ന VIP മണ്ഡലങ്ങളിലൊന്നാണ് തൃത്താല. മന്ത്രി MP രാജേഷും മുൻ MLA VT ബൽറാമും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. 2021 VT ബൽറാമിന്റെ ഹാട്രിക് മോഹം 3016 വോട്ടുകൾക്ക് തകർത്താണ് MP രാജേഷ് മണ്ഡലം തിരിച്ചുപിടിച്ചത്. പ്രവർത്തന കരുത്തുമായി മന്ത്രി MP രാജേഷും മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള വാശിയോടെ VT ബൽറാമും വീണ്ടും കളത്തിലിറങ്ങുമ്പോൾ തൃത്താല ഇത്തവണയും ത്രില്ലടിപ്പിക്കുന്നു. സ്പീക്കറും മന്ത്രിയും എന്ന നിലയിൽ മണ്ഡലത്തിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങളാണ് MP രാജേഷിന്റെ കരുത്ത്. തൃത്താലയിൽ ഗംഭീരമായിട്ടുള്ള പ്രചരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. തൃത്താലയിൽ LDF കംഫർട്ടബിൾ ആയിട്ട് ജയിക്കും. അതിഗംഭീരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾക്കിവിടെ ഈ കഴിഞ്ഞ 5 കൊല്ലം തൃത്താല മണ്ഡലത്തിൽ ചെയ്ത കാര്യങ്ങൾ, സംസ്ഥാന ഗവൺമെൻറ് ചെയ്ത കാര്യങ്ങൾ, അത് പറഞ്ഞാലും തീരാത്തത്രയുണ്ട്. അതിനെ നേരിടാൻ UDF-ന്റെ കൈവശമുള്ളത് നുണകൾ മാത്രമാണ്. നുണകളെ ആശ്രയിച്ചാണ് UDF-ന്റെ പ്രചരണം മുന്നോട്ട് പോകുന്നത്. ഞങ്ങൾ നേരുകൊണ്ടാണ് അതിനെ നേരിടുന്നത്. അതാണ് വ്യത്യാസം. 2021 തെരഞ്ഞെടുപ്പിലെ തോൽവിക്ക് ശേഷം കഴിഞ്ഞ 5 വർഷവും മണ്ഡലത്തിൽ പ്രവർത്തിച്ച ബൽറാം വലിയ തയ്യാറെടുപ്പുകളോടെയാണ് വീണ്ടും മത്സരത്തിനിറങ്ങുന്നത്. V ഉണ്ണികൃഷ്ണനാണ് ഇത്തവണ BJP സ്ഥാനാർത്ഥി. തൃത്താലയിലെ 8 പഞ്ചായത്തുകളിൽ 5 LDF ആണ് ഭരിക്കുന്നത്. ന്യൂസ് മലയാളം, പാലക്കാട്.